സന്നിധാനത്തെ കാഴ്ചകളിലേക്ക് എത്താം. ഭക്തജന തിരക്ക് ഇന്നും തുടരുകയാണ്. കാരണം മണ്ഡലപൂജ അടുത്തു കഴിഞ്ഞു, തങ്കയങ്കി ദീപാരാധന അടുത്തു കഴിഞ്ഞു. നിരവധി ഭക്തർ അവിടേക്ക് എത്തുന്നുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ ഇനിയും വർദ്ധിക്കും, അല്ലെങ്കിൽ തിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നതും. അഖിൽ പാലോട്ടുപടം ചേരുകയാണ് വിവരങ്ങളുമായി. അഖിൽ, സ്വാമി ശരണം. എന്താണ് അവിടെ നിന്നും രാവിലെ നൽകാൻ കഴിയുന്ന വിവരണം, കാഴ്ചകൾ? സ്വാമി ശരണം. ശബരിമല സന്നിധാനവും തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലക്ഷത്തിലേക്ക് അയ്യപ്പ ഭക്തരുടെ എണ്ണം എത്തിയെങ്കിൽ ഇപ്പോൾ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. ഇന്നലെ ഏകദേശം 85,000-ൽ പരം അയ്യപ്പ ഭക്തർ മാത്രമാണ് ശബരിമല ദർശനത്തിലേക്ക് എത്തിയത്. ഇന്ന് ഞാൻ ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ കാണിച്ചിരുന്നതാണ്. വലിയ ഒരു തിരക്ക് എന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ തിരക്ക് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു സാവധാനം മൃദുവായ രീതിയിൽ തന്നെയാണ് അയ്യപ്പ ഭക്തരൊക്കെ തന്നെ 18ാം പടി കയറി അവർ ഫ്ലൈ ഓവറിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 ദിവസം മുമ്പ് ലക്ഷത്തിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള ഒരു അയ്യപ്പ ഭക്തരുടെ എണ്ണം വർധനവ് ഉണ്ടായിരുന്നു. എന്നാൽ ക്രമാതീതമായി അങ്ങോട്ട് ഒരു തിരക്ക് ഇപ്പോൾ ഉണ്ടാകുന്നില്ല. പക്ഷെ ചിലപ്പോൾ നാളെ കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു തിരക്കിലേക്ക് കടക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം നാളെ കഴിഞ്ഞ് 25-ാം തീയതിയാണ് തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തുക. പമ്പയിൽ നിന്നും വൈകുന്നേരം 3 മണിയോടുകൂടി യാത്ര തിരിച്ചാണ്. അതെ, അഖിൽ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ആ രീതിയിലാണ്. അഖിൽ, എന്തായാലും തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ കൂടി തേടേണ്ടതുണ്ടല്ലോ. ദേവസ്വം ബോർഡ് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. കാരണം ഇന്ന് ഞായറാഴ്ച അവധി ദിവസമാണ്, അതുമാത്രമല്ല വിശേഷ ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നതും. അതുകൊണ്ട് വലിയ തിരക്ക് തന്നെയല്ലേ അഖിൽ അവിടെ? ഒരു തിരക്ക് നിയന്ത്രണാതീതം തന്നെയാണ്. കാരണം 80,000 പേർക്കാണ് ശബരിമല ദർശനത്തിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ ഏർപ്പെടുത്തിയിരുന്നത്. ഇടയ്ക്കു മാത്രമാണ് അത് 90,000-ലേക്കും 95,000-ലേക്കും ഒക്കെ ഉള്ള എണ്ണത്തിലേക്ക് പോകിയിരുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെ ഒന്ന് നിയന്ത്രിക്കുന്നതിലേക്കുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ അതിൻ്റെ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് ക്രമാതീതമായ ഒരു അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടാകുന്നുണ്ട്. കാരണം സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭഗവാന് ഉഷപൂജ നടക്കുകയാണ്. ഉഷപൂജയുടെ ദീപാരാധന നടക്കുകയാണ്. അതിൻ്റെ ശരണമന്ത്രങ്ങളാണ് നമുക്ക് ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. കാരണം ഭഗവാന്റെ രാവിലത്തെ ഉഷപൂജ, അതായത് 3 മണിക്ക് നട തുറന്നതിനു ശേഷം 3:30 3:30 ഈ നെയ്യഭിഷേകം ആരംഭിച്ചത്. അതിനുശേഷം 7:15 തുടങ്ങിയ ഉഷപൂജയാണ് ഇപ്പോൾ അത് പര്യവസാനിച്ചിരിക്കുന്നത്. ദീപാരാധനയോടുകൂടി അത് അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തി നിർഭരമായി ഭക്തിസാന്ദ്രമായി ഓരോ ദിവസവും കടന്നു പോവുകയാണ്. ഇനി തങ്കയങ്കി ഘോഷയാത്ര, തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജയിലേക്കാണ് കടക്കുന്നത്. 26-ാം തീയതി ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കുന്നത്. 25-നെത്തുന്ന തങ്കയങ്കി ചാർത്തി 25-ന് വൈകുന്നേരം സന്ധ്യാദീപാരാധനയും ഉണ്ടാകും. എന്തായാലും ശബരിമല സന്നിധാനത്ത് അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി ഒരു ഭക്തജന തിരക്കോടുകൂടിയ ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രോഹിണി. അതെ, തീർച്ചയായും സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേ തിരക്ക് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്.